വളരെ വ്യത്യസ്തവും വിചിത്രവുമായ ഒരു സമരത്തിനാണ് രാജ്യതലസ്ഥാനമായ ഡൽഹി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഈ സമരം നേതൃത്വം കൊടുത്തത് BJP ആണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഈ സമരം ഒരേ സമയം തീവ്ര ഹിന്ദുത്വവാദികളുടെ എതിർപ്പിനും സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ചിരിയും പടർത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദർ സച്ദേവിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് സമീപം ഒരു വമ്പൻ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. BJPയുടെ സാധാരണ പ്രവർത്തകരും അതോടൊപ്പം ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകരും ചേർന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം ആം ആദ്മി പാർട്ടിയുടെ മെഹ്റൂളിയിൽ നിന്നുള്ള MLA ആയ നരേഷ് യാദവിനെ ഖുറാൻ അപമാനിക്കൽ കേസിൽ 2 വർഷത്തേക്ക് ഒരു പ്രാദേശിക കോടതി ശിക്ഷിക്കുകയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നരേഷ് യാദവിനെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മാത്രമല്ല നിയമസഭാ അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ ഡൽഹി ഘടകം ന്യൂനപക്ഷ മോർച്ചയുടെ അടക്കം നേതൃത്വത്തിൽ ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഈ സമരം ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ മുസ്ലിങ്ങൾക്കെതിരെ പൊതുവിൽ വലിയ തോതിൽ വിദ്വേഷവും വെറുപ്പും പുറത്തുവിടുന്ന ഒരു കൂട്ടം നേതാക്കളുടെ കൂട്ടായ്മ കൂടിയാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി. അതേ BJP തന്നെ ഖുറാനെ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ആം ആദ്മി പാർട്ടി MLAക്കെതിരെ സമരം നടത്തി എന്നത് തീവ്ര ഹിന്ദുത്വവാദികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ട്വിറ്ററിലെ അടക്കം തീവ്ര ഹിന്ദുത്വവാദികളുടെ അക്കൗണ്ടുകളിലൂടെ BJP ഡൽഹി ഘടകത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സംഭവത്തിൽ സമരം നടത്താൻ പാടില്ലായിരുന്നു BJP എന്നാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ പക്ഷം. സംഭവം എന്ന് തന്നെ ആയാലും BJP ഒരു വമ്പൻ സമരം തന്നെ അവിടെ നടത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തിന് ആധാരമായ കേസെന്ന് പറയുന്നത് 2016 ജൂൺ 24 പഞ്ചാബിലെ മലേർകോട്ട്ല എന്ന പ്രദേശത്ത് ഖുറാന്റെ ചില കീറിയ പേജുകൾ റോഡിൽ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് അവിടെ വലിയൊരു സംഘർഷം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് പോലീസ് നരേഷ് യാദവ് അടക്കം 1 പേർക്കെതിരെ ഖുറാനെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസിൽ 2021 നരേഷ് യാദവിനെ വെറുതെ വിട്ടുകൊണ്ടൊരു ഉത്തരവ് കോടതിയിൽ നിന്നും വന്നുവെങ്കിലും പരാതിക്കാരൻ്റെ പുനഃപരിശോധനാ ഹർജി പരിഗണിച്ച കോടതി വീണ്ടും നരേഷ് യാദവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ നരേഷ് യാദവ് എന്ന ആം ആദ്മി പാർട്ടി MLAക്കെതിരെ 2 വർഷം തടവ് വിധിച്ചുകൊണ്ടൊരു വിധി പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP ഇത്ര വലിയൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ വരുന്ന വർഷം 2025 ഫെബ്രുവരിക്കുള്ളിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഡൽഹി പൊതുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ആധിപത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മി പാർട്ടിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക കാഴ്ചയ്ക്ക് കൂടി നമ്മൾ എല്ലാ തവണയും സാക്ഷ്യം വഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി. അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് 2019, 2020 തെരഞ്ഞെടുപ്പുകളാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 ലോക്സഭാ സീറ്റുകളുള്ള ഡൽഹിയിൽ 7ൽ 7 സീറ്റും BJP വിജയിച്ചപ്പോൾ ഏതാനും മാസങ്ങൾക്കിപ്പുറം നടന്ന 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാനായത് 70 അസംബ്ലി മണ്ഡലങ്ങളിൽ വെറും 8 സീറ്റാണ്. ആം ആദ്മി പാർട്ടി സ്വന്തമാക്കിയതാകട്ടെ 62 സീറ്റ്. അതായത് 2 വോട്ടിംഗ് പാറ്റേൺ ഡൽഹിയിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ അടക്കം കൂടെ നിർത്തിയാൽ മാത്രമേ ഒരു ഭേദപ്പെട്ട പ്രകടനമെങ്കിലും ഡൽഹിയിൽ കാഴ്ചവെക്കാനാവൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആം ആദ്മി പാർട്ടിയെ താറടിക്കുക എന്ന കൂടി ലക്ഷ്യത്തോടുകൂടി BJP ഇത്തരമൊരു സമരം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും BJPയുടെ സമരം തീവ്ര ഹിന്ദുത്വവാദികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ട്വിറ്ററിലടക്കം അവർ വലിയ പ്രതിഷേധമാണ് BJP ഡൽഹി ഘടകത്തിനെതിരെ ഈ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തവും വിചിത്രവുമായ BJPയുടെ ഖുറാൻ സമരം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്.